ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ മല്ലിയിലയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആണെങ്കിലും ചേർത്താൽ മതി. ഇതിലേക്ക് എരിവിനായിട്ട് 1-2 എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ വേണം. ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് മുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ. 1/2 കിലോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണിത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടെ നമ്മൾ ചേർക്കാൻ പോവാണ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ പൊട്ടറ്റോയുടെ മിക്സ് ആകുമ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ശരിക്കും കുഴച്ചെടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഈ മിക്സ് നന്നായിട്ടൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന പൊട്ടറ്റോയുടെ മോയ്സ്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിലേക്കുള്ള കോൺഫ്ലോറിൻ്റെ അളവ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്ത് കഴിയുമ്പം സോഫ്റ്റായിട്ടിരിക്കരുത്, കുറച്ചൊന്ന് തിക്കായിട്ട് വേണം ഇരിക്കാൻ. ഇത് ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിന് നമ്മൾ കയ്യിലേക്ക് കുറച്ച് എണ്ണ തേച്ചിട്ട് നന്നായിട്ട് ചെറിയ ബോൾസായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ഈ ബോൾ എണ്ണയിലേക്ക് ഇടുമ്പം കുറേ ഒരുമിച്ചിടരുത്. അപ്പോൾ അങ്ങനെ ആകുമ്പം എണ്ണയുടെ ചൂട് കുറഞ്ഞു പോവും, അതുപോലെ തന്നെ അത് തമ്മിൽ ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ കോൺഫ്ലോറിൻ്റെ അളവ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകാൻ തുടങ്ങും. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രഞ്ചിയും ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇഫ്താർ ടൈമിലും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്